എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഭഗവാന്റെ അപാര കൃപയാൽ 41 ദിവസം ഒരു വ്രതമായിട്ട് ഈ മണ്ഡലക്കാലത്ത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം സമ്പൂർണമായി പാരായണം ചെയ്യുകയും ചെറിയ രീതിയിൽ അതിൻ്റെ സാരം എല്ലാവർക്കും പകർന്നു നൽകുകയും ചെയ്തു. കൂടാതെ ജ്ഞാനപ്പാന എല്ലാ ദിവസവും കുട്ടികള് ഇങ്ങനെയൊന്ന് ഉണ്ട്, നമ്മുടെ പഴയ തലമുറക്കാര് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിവസവും അത് പാരായണം ചെയ്തു. അതുപോലെ ഭാഗവതത്തിന്റെ ഏറ്റവും ആദ്യ എല്ലാ സ്ഥലങ്ങളിലും ചൊല്ലുന്ന ഭാഗവത വന്ദന ശ്ലോകങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾ പാരായണം ചെയ്തു. ഇതിൽ പരം ഒരു ഈശ്വരാനുഗ്രഹം വേറെ കിട്ടാനില്ല. ഇതെല്ലാം ശരിയായിട്ട് നടക്കുവാൻ ഗുരു കൃപയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഗുരുവിന്റെ കടാക്ഷവും ഗുരുവിന്റെ അനുഗ്രഹവുമാണ് ഇതിനെല്ലാം മൂലമായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ആദ്യമായിട്ട് ഞാനിത് പങ്കുവെച്ചത് എൻ്റെ പ്രിയ ഗുരുനാഥനായ വിശ്വനാഥ് നമ്പൂതിരി സാറുമായിട്ടാണ്. ഞാൻ ആദ്യത്തെ ദിവസം അത് പറഞ്ഞിരുന്നു. സാറ് ഒരു സംശയമില്ലാതെ മുന്നോട്ട് പൊക്കോളൂ എന്നൊരു അനുഗ്രഹം തന്നോടുകൂടിയിട്ട് അതിനുള്ളൊരു ധൈര്യവും എല്ലാം ലഭിച്ചു. കടാക്ഷം എപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് 41 ദിവസം അത് പൂർത്തിയാക്കാൻ സാധിച്ചതും. ഇന്ന് സാറ് എന്താണെന്നറിയില്ല, ഇന്ന് സാറിന് കിട്ടി. 41 കിട്ടാനുള്ള സാധാരണ എനിക്കൊരു സാധ്യതയുമില്ല. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ സാറ് രാവിലെ തൃശ്ശൂരാണ്, എന്തായാലും വൈകുന്നേരം ഒരു 9 മണിക്ക് ഞാൻ കയറിക്കോളാം എന്നവർ കറക്റ്റ് 9 മണിക്ക് ഞാൻ നോക്കിയപ്പോ സാറ് വന്നിട്ടുണ്ട്. 8:55 നോക്കിയപ്പോ ഇല്ല. അപ്പോ വിളിക്കണോ സംശയിച്ചു. പക്ഷെ സാറല്ലേ, സാറ് പറഞ്ഞ കറക്റ്റ് ടൈം പറഞ്ഞ ടൈം, അതിനകത്തൊരു മാറ്റവും ഇല്ല. നമുക്ക് പഠിക്കാനുള്ളത് അതൊക്കെ. അപ്പൊ ഏതായാലും സാറ് എത്തിയിട്ടുണ്ട്. സാറിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സാറിനെ ക്ഷണിക്കുന്നതോടൊപ്പം ഒരാളെയും കൂടെ ഞാൻ ഇതിന് സാറിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് ശേഷം 2 വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സൂര്യൻ സാർ തന്നെയാണ്. അപ്പോ നേരത്തെ അത് പറയാതിരുന്നത് അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗവത മഹാത്മ്യ പാരായണത്തിന് ഞാൻ മെയിനായിട്ട് ആശ്രയിച്ചത് ശ്രീമദ് ഭാഗവത മഹാത്മ്യ സാരാർത്ഥ ദീപിക എന്ന സാറിന്റെ പ്രഭാഷണങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂര്യൻ സാർ ഏറ്റവും അധികം ബുദ്ധിമുട്ടി ഒരു ടീം. അതിനകത്ത് എടുത്തു പറയേണ്ട പേരാണ് സൂര്യൻ സാറിന്റെ. അദ്ദേഹം നമ്മുടെ ഈ പ്രോഗ്രാമിനെല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ വളരെയധികം കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കുകയുണ്ടായി. അപ്പോ സാറിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് ശേഷം സൂര്യൻ സാറും 2 വാക്ക് കുട്ടികൾക്കായിട്ടൊരു ഉപദേശ രൂപേണ നൽകണം, ഒരു അനുഗ്രഹം നൽകണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. വിശ്വനാഥ് നമ്പൂതിരി സാറിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മധുചേട്ടനും പരമേശ്വരൻ സാറിനും സൂര്യനും എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു മണ്ഡലകാലം സാർത്ഥകമായി സ്വാമിയാർ മഠത്തിന്റെ പുണ്യമായി ഇന്ന് സമ്പൂർണമായിരിക്കുകയാണ്. എല്ലാ വർഷവും ഇങ്ങനെ മണ്ഡലകാലങ്ങൾ വന്നു പോകും. ശരണം വിളി കൊണ്ട് മുഖരിതമായി ഈ ഒരു 41 ദിവസം കഴിഞ്ഞുകൂടും. ഈ വർഷത്തെ ഒരു പ്രത്യേകത, നമ്മുടെ ആർഷ പാരമ്പര്യത്തിന് ഏറ്റവും വലിയ സമ്പത്തായ ശ്രീമദ് ഭാഗവതം അത് അടുത്ത കാലങ്ങളിലായിട്ട് പ്രായമായവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് ധരിച്ച വശായി ബാക്കി ആരും അതിലേക്ക് നോക്കാതെ വിശേഷിച്ച് സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ള ചിന്ത കൊണ്ട് മാറ്റിവെച്ചിരുന്ന ശ്രീമദ് ഭാഗവതം കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള കുട്ടികളിലൂടെ എത്തിക്കാൻ വേണ്ടി പരമേശ്വരൻ സാർ ശ്രമിച്ച ഒരു യത്നം. വാസ്തവത്തിൽ കുട്ടികളെക്കാൾ കൂടുതൽ വേണ്ടി കഷ്ടപ്പെട്ടത് സാറാണ്. സാർ ഈ 41 ദിവസം എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് അതിന് മുമ്പ് പോലെ ഇതിന്റെ ശ്രമം തുടങ്ങിയതാണ്. പക്ഷെ ഈ ദിവസങ്ങളിൽ മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, അവരെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ചൊല്ലിച്ച് തെറ്റില്ലാതെ വളരെ ഭംഗിയായിട്ട് ചൊല്ലിക്കുക, അത് സാധാരണ ആർക്കും പറ്റുന്നതല്ല. ആ ഒരു വലിയ മഹത്തായ പ്രയത്നം ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം കൊണ്ട് നമ്മുടെ പരമേശ്വരൻ സാറിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ പുണ്യമാണ്. ആ പരമേശ്വരൻ സാറിന് ഇനിയും ഈശ്വര അനുഗ്രഹങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ ഒക്കെ പ്രാർത്ഥന സാറിലേക്ക് അനർഗണമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഈ കുട്ടികളുടെ ഉള്ളിൽ എത്തുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. കാരണം അതിൻ്റെ അകത്തെ പല കഥകളും ഇപ്പോഴായിരിക്കാം ഈ കുട്ടികൾ വായിച്ചറിഞ്ഞ് പഠിക്കുന്നത്. ഇന്നത്തെ ആധുനിക കാലത്ത് പ്രസക്തമായിരിക്കുന്ന കുറെ കഥകളുടെ ഒരു സമാഹാരം അതിനകത്തുണ്ട്. ധുന്ധുലിയെ പോലെ ഒരു പത്നി അല്ലെങ്കിൽ ഒരു അമ്മ, ധുന്ധുകാരിയെ പോലൊരു മകൻ, ഒരിക്കലും ഞങ്ങളാവില്ല എന്ന് ഈ കുട്ടികൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെത്താൻ അവരുടെ ഉള്ളുറപ്പിക്കാൻ സാധിക്കും. അവരുടെ മാതാപിതാക്കൾക്കും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല ഇത് പാഠം, അവരുടെ മാതാപിതാക്കൾക്കുമാണ്. ഇതേപോലെ ഉള്ള പത്നിമാർ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല, അഥവാ കഴിച്ചാൽ സന്താനങ്ങൾ ആവശ്യമില്ല, എനിക്കിതൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആധുനിക തലമുറയുടെ വക്താക്കളായ കുറെ കുട്ടികളുടെ ഇടയിലേക്കാണ് ഈ കഥ ചെന്നെത്തുന്നത്. അതിനേക്കാളുപരി അമ്മമാർ എങ്ങനെയാണ് കുട്ടികൾ അമ്മമാരെ സംരക്ഷിക്കേണ്ടത്, അവരെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുക അല്ല വേണ്ടത് എന്നുള്ള എത്രയെത്ര മഹനീയമായ പാഠങ്ങൾ ചെറുപ്പകാലം മുതലേ കുട്ടികളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സഹായകമായ 2-3 കഥകൾ. ഗോകർണനെ പോലെ എങ്ങനെ ജീവിക്കാൻ സാധിക്കും, ദുഷ്ടനാണെങ്കിൽ പോലും സഹോദരനുള്ള സ്നേഹത്തെ എങ്ങനെ നിലനിർത്താൻ സാധിക്കും എന്നിങ്ങനെ നമുക്ക് സങ്കല്പിക്കാനാവാത്ത കുറേ കഥകളുടെ ഒരു സമാഹാരം. അതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ കുട്ടികളുടെ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക്, അവരുടെ മാതാപിതാക്കളിലേക്ക്, അവരുടെ വീടുകളിലേക്ക് അനുസ്യൂതമായി പ്രവഹിച്ചത് ഈ ഒരു മണ്ഡലകാലത്തിൽ. എത്ര പാഠങ്ങളാണ് അവർ പഠിക്കുക. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആയിരിക്കാം ഇത് വായിക്കുകയും ചൊല്ലുകയും വീണ്ടും വീണ്ടും ചൊല്ലുകയും ഒരു തെറ്റില്ലാതെ. ഇന്നത്തെ പാരായണം അതിമനോഹരമായി പല ദിവസം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു തെറ്റില്ലാതെ ഭക്തി നിർഭരമായി കൈകൂപ്പിക്കൊണ്ട് ഭഗവത് പാദങ്ങൾ ഞങ്ങളുടെ മനസ്സർപ്പിച്ചു എന്ന് ഇത്രയധികം ഭക്തി നിർഭരമായി ഇത് പാരായണം ചെയ്യാൻ സാധിക്കുന്നവരെ ഇന്ന് വളരെ അപൂർവമാണ്. ഇപ്പോഴാണ് എനിക്ക് കുട്ടികളുടെ ഏറ്റവും അധികം ആ മാതാപിതാക്കളെയും പരമേശ്വര സാറിനെയും കുട്ടികളെയും എത്ര അനുമോദിച്ചാലും ആവില്ല. ആ കുട്ടികളുടെ പാദങ്ങളിൽ പോയി നമസ്കരിക്കാൻ തോന്നും. കാരണം ഈ കുഞ്ഞു കുട്ടികൾക്ക് ജ്ഞാനപ്പാന മുതൽ ഇത്രയൊക്കെ ചൊല്ലി പഠിക്കാൻ പറ്റുക ഒരുപക്ഷെ അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും എത്രയോ വ്യതിരിക്തമാണ്. അവരുടെ ഗുരുക്കന്മാർക്ക് ഉപദേശങ്ങളെക്കാൾ എത്രയോ വ്യതിരിക്തമാണ്. ഇങ്ങനെയുള്ള കുറെ ആധ്യാത്മികതയുടെ അനുഭവം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മളെ പോലെയുള്ള ഗുരുക്കന്മാർക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്, പുണ്യമാണ്. അതാണ് ഈ ഒരു മണ്ഡലകാലം മുഴുവൻ സ്വാമിയാർ മഠവും അതോട് ബന്ധപ്പെട്ട 10-70ഓളം കുടുംബങ്ങൾ, 70അല്ല, ഇനി ഇതിൽ പങ്കെടുത്ത ഇത് കേട്ട കുറെ അധികം കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം ഈ മാഹാത്മ്യത്തെ ഒന്ന് അയവിറക്കാൻ, അതൊന്നുകൂടി പഠിക്കാൻ, അതറിയാൻ, ജീവിതത്തിൽ അത് പകർത്താൻ, ഏതുപോലെ ആകണം ഏതുപോലെ ആവരുത് എന്ന് നിശ്ചയിക്കാൻ എല്ലാം കൊണ്ടും വളരെ പര്യാപ്തമായ ഒരു മഹനീയമായ പാഠമാണ് 6 അധ്യായങ്ങളിലൂടെ. എങ്ങനെ ഭാഗവത സപ്താഹം വേണ്ട വിധത്തിൽ നടത്തണം എന്നുള്ള വിധിയും അവസാനം പറഞ്ഞു. ഇതെല്ലാം ഈ കുട്ടികൾ വായിച്ചറിയുമ്പോഴാണ് അറിയുന്നത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എന്ന്. ഇത് പോരാ, ഇനി നമുക്ക് ബാക്കി സ്കന്ധങ്ങൾ കൂടി കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കണം, ചൊല്ലിക്കണം, പറയിക്കണം. എൻ്റെ ഏറ്റവും വലിയ മഹനീയമായ ഒരു ആഗ്രഹം ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഒരു സപ്താഹം നടത്തണം. ബാക്കി ആരും വേണ്ടാത്തില്ല, കുട്ടികൾ മാത്രം യജ്ഞാചാര്യന്മാർ. അവര് വായിക്കുന്നു, അവര് പ്രഭാഷണം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു 7 ദിവസം ഒരു കുട്ടികളുടെ ശ്രീമദ് ഭാഗവത സപ്താഹം നമ്മുടെ ഭാവനയിലുണ്ട്. ഒരുപക്ഷെ ഹനുമാൻ സ്വാമി, ശ്രീരാമ സ്വാമി നടത്തി തന്നേക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് ഈ ലോകത്തിൽ എങ്ങും നടക്കാത്ത ഒരു വലിയ വിശിഷ്ടമായ കർമ്മമാണ്. പരമേശ്വരൻ സാറ് അനായാസമായിട്ട് കുട്ടികളെ കൊണ്ട് ജയിക്കാൻ സാധിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുമാണ്. ആ ഒരു വലിയ മഹനീയമായ സങ്കല്പം ഈ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പരമേശ്വരൻ സാറിന്റെയും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇത്രയും സമയം, ഇത്രയും നാള് ഭാഗവതത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന നിങ്ങൾക്ക് ഒരിക്കലും വഴി മാറിപ്പോവാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പഠിച്ച പാഠത്തിൽ നിന്ന് ഒരിക്കലും വ്യതിയിരിക്കാൻ പറ്റില്ല. പാഠം പൂർത്തിയാക്കി പുറത്തു പോകുന്നവർക്ക് ഋഷിമാർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശമാണ് ഒരിക്കലും പഠിപ്പിൽ നിന്നും വ്യതിചലിച്ചു പോകരുത്.
അങ്ങനെ നിങ്ങൾ പോവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ അതുപോലെ എത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടില്ല ഇത്. നിങ്ങൾ ഏതൊക്കെ വഴി തിരിഞ്ഞു പോയാലും അറിയാതെ ഈ സംസ്കാരം, ഈ ധുന്ധുരിയുടെ കഥ, ഗോകർണന്റെ കഥ, സപ്താഹത്തിന്റെ മഹാത്മ്യം, നാരദ മഹർഷി, ഫനകാദികൾ, ഇവരൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. നഷ്ടപ്പെടില്ല. നിങ്ങൾ ഇടയ്ക്ക് വേറെ എത്ര ജോലികളിലേക്കും വീടുകളിലേക്കും കുടുംബപ്രാർത്ഥനകളിലേക്കും നിങ്ങൾ കടന്നു പോയാലും ഇത് നഷ്ടപ്പെടില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതാണ് ഭാഗവതത്തിന് ഏറ്റവും വലിയ മഹാത്മ്യം. ഭക്തി മാത്രമല്ല ഭാഗവതം, ഒരു ജീവിത ശാസ്ത്രമാണ്. എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് നമ്മെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെ ഇനി നിങ്ങൾ കടക്കാൻ പോകുന്ന ജീവിത സബരികളിലൊക്കെ ഈ ഭാഗവതം ഓരോ കാര്യം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി പരിണമിക്കും. അതിനുവേണ്ടി യത്നിച്ച സ്വാമിയാർ മഠത്തിലെ എല്ലാ സജ്ജനങ്ങളും, ഇത്രയും കുട്ടികളുടെ മാതാപിതാക്കൾ, അവർ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാവും. കാരണം ഇത് സമയം കണ്ടെത്തി ഈ കുട്ടികൾ കൊണ്ട് ഈ പരിശീലിപ്പിച്ച് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കാം. ഒരു വലിയ മഹാഭാഗ്യമാണ്, ഒരു വലിയ മഹാപുണ്യമാണ്. സ്വാമിയാർ മഠത്തിന്റെ ചരിത്രത്തിലെ ഏടുകളിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റിയൊരു പുണ്യമായ മണ്ഡലകാലമാണ് ഇപ്പൊ നമ്മൾ മുന്നിട്ടത്. ഇത് സാർത്ഥകമായി തീരട്ടെ. ഇനിയും അനേകം കുട്ടികൾ ഇതിലേക്ക് വന്ന് പങ്കെടുത്ത് ശ്രീമദ് ഭാഗവതം മുഴുവനും അവരുടെ ഉള്ളിലേക്ക് എത്തിച്ചാൽ ഭാവിയിൽ നഷ്ടപ്പെട്ടില്ല, നമുക്ക് നല്ല ഉറപ്പാണ്. അതിനുള്ള വാഗ്ദാനങ്ങളായി തീർന്ന ഈ കുട്ടികൾക്ക് ജഗദീശ്വരന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി സർവഥാ ശ്രമിച്ച പരമേശ്വരൻ സാറിനും ഇനിയും അദ്ദേഹത്തിന്റെ സമസ്ത ജോലി തിരക്കുകളിലാണെങ്കിൽ പോലും ഇതിന് സമയം കണ്ടെത്തി അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ആ മനസ്സ് അതിനെയും വികസിച്ച് വലുതാകട്ടെ. അത് ഇനിയും കുട്ടികളിലേക്ക് എത്തട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച മത്സ്യേട്ടനും സോമനും ബാക്കി എല്ലാവർക്കും, അതുപോലെ മഹേഷും വിദ്യയും എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നന്ദി വചസ്സുകൾ അർപ്പിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഏറ്റവും വലിയ അനുഗ്രഹം തന്ന സാറിന്റെ പാദങ്ങളില് സാഷ്ടാംഗം നമസ്കാരം. സാറിന്റെ വാക്ക് ധാരാളം കുട്ടികളെ ഇനി മഠത്തിലേക്ക് വരാനും അവരിലൂടെ ഭാഗവതം സാറിന്റെ ആഗ്രഹം പോലെ അത് ഈശ്വരനാണ് അകത്തുനിന്ന് പറയുന്നതെന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയാം. ഗുരുവിലൂടെ വരുന്നത് ഈശ്വര വചസ്യമാണ്, ഒരു സംശയമില്ല. അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വീണ്ടും സാറിന്റെ പാദങ്ങൾ, സാർ കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല എന്ത് വേണമെങ്കിൽ നടക്കുമെന്ന് ഉറപ്പുണ്ട്. സാർ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട്. ആ അനുഗ്രഹം മാത്രം മതി ഞങ്ങൾക്ക്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോയി എല്ലാ കുടുംബങ്ങളിലേക്കും ഭാഗവതത്തെ എത്തിച്ച് അതിന്റെ അനുഗ്രഹം എല്ലാവർക്കും സമസ്ത ജനങ്ങൾക്കും കിട്ടുമാറാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും സാറിന്റെ പാദങ്ങളിൽ നമസ്കാരം അർപ്പിക്കുന്നു. ഇനി സൂര്യൻ സാറിനെ കുട്ടികൾക്കുള്ള 2 ഉപദേശങ്ങൾ പറയാനായിട്ട് ക്ഷണിക്കുന്നു. ായ എല്ലാ ഗുരുജനങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ വിനീത പ്രണാമങ്ങൾ. അതോടൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ, ഈ 41 ദിവസത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ 70-ൽ ചില്ലാനം കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അവർക്കെല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ ആദ്യം തന്നെ അർപ്പിക്കട്ടെ. ഇതൊരു വളരെ മഹത്തായ ഒരു സംരംഭം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഈ ഒരു അവസാനത്തെ ഈ ചടങ്ങിൽ എന്നെ കൂടെ സംസാരിക്കാൻ ക്ഷണിച്ചത് എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ആശ്ചര്യകരമായ അനുഭവമാണ്. എത്രയോ വലിയ ഗുരുനാഥന്മാർ അവിടെ സ്വാമിയാർ മഠത്തിൽ ധാരാളമുണ്ട്. എങ്കിലും എനിക്കൊരവസരം തന്നത് ഞാൻ മറ്റൊരു തരത്തിൽ കാണുകയാണ്. കാരണം ഞാൻ ഈ സ്വാമിയാർ മഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി തന്നെയാണ്. ഈ 70 വിദ്യാർത്ഥികളുടെ കൂടെ 71ാമനായിട്ട് അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത്. തീർച്ചയായിട്ടും ഒരു തലമുറയെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു മഹത്തായ പരിശ്രമം അതാണ് സ്വാമിയാർ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ ഗുരുക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. അതിൽ എത്തിപ്പെടാൻ സാധിച്ചത് തന്നെ ഞങ്ങളെ പോലുള്ളവരുടെ മഹാഭാഗ്യം, അത് സംശയമേ ഇല്ല. അതിൻ്റെ ഒപ്പം അവിടുത്തെ പല കാര്യങ്ങളിലും എന്തോ ഭഗവാന്റെ നിയോഗം പോലെ അതിലൊക്കെ പങ്കെടുക്കാനും എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാനും കൂടെ നടക്കാനും സാധിക്കുന്നത് അതിലും വലിയ മഹാഭാഗ്യം തന്നെ. ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം തന്നെ, എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം. ഈ കുട്ടികൾ തീർച്ചയായിട്ടും മുജ്ജന്മ സുഹൃത്തത്തോടെ ജനിച്ചവരാണ്. ആൻഡ് ഞാൻ ഒബ്സർവ് ചെയ്ത ദിവസങ്ങളിലെല്ലാം, ഞാൻ ഈ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ശ്രദ്ധിച്ച കോമൺ ആയിട്ടുള്ള ഒരു പ്രധാന കാര്യം,
ഇവരാരും ഇതാരെങ്കിലും നിർബന്ധിച്ച് ഞാനിത് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനമ്മ പറഞ്ഞതാണ് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞതാണ് എന്നുള്ള ഒരു രീതിയിലല്ല ഒരു കുട്ടി പോലും ഈ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് അവരുടെ മുഖഭാവത്തിലും അവരുടെ എങ്ങനെയാണ് അവർ ആ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇത് ഞങ്ങൾക്ക് ചെയ്യാനുള്ള, ഞങ്ങൾക്ക് ഭഗവാൻ തന്നൊരു അവസരമാണ്, ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഞങ്ങൾ പഠിക്കേണ്ട വിഷയം തന്നെയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് എല്ലാ കുട്ടികളും, ഒരു സംശയവുമില്ല, എല്ലാവരും ഓരോരുത്തരും മറ്റുള്ളവരെക്കാൾ ഏറ്റവും നന്നായി ഇതൊരു കോമ്പറ്റീഷൻ അല്ല എന്ന് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു. കാരണം ഇതൊരു മത്സര ബുദ്ധിയോടെ അല്ല ആരും ചെയ്യുന്നത്, എല്ലാവരും തങ്ങളുടെ സമർപ്പണമായി ഇത് അത്രയും മനോഹരമായ രീതിയിൽ ചെയ്തു തീർത്തു. ആ കൂട്ടത്തിൽ ഞാനും കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചൊക്കെ പഠിച്ചത് റിപ്പീറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഭാഗവതത്തിന്റെ പണിയിൽ പരമേശ്വരൻ സാർ പറഞ്ഞു, നമ്പൂതിരി സാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹായജ്ഞം അത് എത്ര കാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പിടിച്ചു കയറി ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേർക്കും അതിൽ പങ്കാളികളാകാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം തന്നെ. അപ്പോ അതിന്റെ ഒരു ഫലമായ, ആദ്യത്തെ ഫലമായ മഹാത്മ്യത്തിന്റെ ബുക്കിന്റെ ഒരു പല സ്ഥലത്തും അത് ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇതിൽ ചെറിയതായിട്ടെങ്കിലും ഞങ്ങൾക്കും ഒരു അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കും ചെറിയൊരു പങ്ക് വഹിക്കാനായല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം. ഈ കുട്ടികൾ വളർന്നു വലുതാകുമ്പോൾ ഇവരൊക്കെ എത്ര മഹത്തായ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു സംശയമില്ല, ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ ഈ കുട്ടികൾ നടത്തുന്ന ആ ഭാഗവത സപ്താഹം കാണാനും അത് കണ്ട് ആസ്വദിക്കാനും ആ നിർവൃതി നേടാനുമായി കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ. കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കൾക്ക് വീണ്ടും വീണ്ടും എത്ര നമസ്കരിച്ചാലും മതിയാവില്ല എൻ്റെ വിനീത പ്രണാമങ്ങൾ. അതുപോലെ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരിപാടികൾ ഇത്ര ഭംഗിയായി അവതരിപ്പിച്ച പരമേശ്വരൻ സാറിന്, അതോടൊപ്പം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച വിനോദ് കുമാർ, അദ്ദേഹത്തെയും വളരെ ആദരവപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹത്തിനും എൻ്റെ വിനീത നമസ്കാരങ്ങൾ. മധുചേട്ടൻ, സോമൻ ചേട്ടൻ, വേണുവേട്ടൻ, നമ്പൂതിരി സാർ, മറ്റെല്ലാ ഗുരുജനങ്ങൾക്കും വീണ്ടും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വളരെ സന്തോഷം സാറേ, ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ കൂടെ ഇത്രയും കാര്യമായിട്ട് ഞങ്ങളിൽ ഒരാളായിട്ട് കൂടെ ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാതിരി വിശാലമാമി ദിവസവും കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ചു, അനുഗ്രഹിച്ചു. വളരെ സന്തോഷം. പിന്നെ സന്ധ്യ മാഡം, എല്ലാവരും, ചിലര് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാവരും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ അറിയാം അത്രയും ആഗ്രഹത്തോടു കൂടി. പിന്നെ പലരും ഫോണിൽ കൂടെ എന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ പുതിയൊരു തലമുറയെ ശരിയാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൽ താല്പര്യം കുറെ പേർക്കുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. പക്ഷെ അത് പോരാ, ഇനിയും ഇത് എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ ഒരു അഡീഷണൽ കടമയാണ്. ഇതിന്റെ ഒരു പ്രചാരം എല്ലാവരിലേക്കും, അതായത് എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്, അവരെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ നമ്മളെ സ്വാമിയാർമഠത്തിൽ തന്നെ ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരുണ്ട്. രാവിലെ എല്ലാവരും വണ്ടിയിലാണ്, ഇപ്പൊ എല്ലാവർക്കും വണ്ടി ഉള്ളത് കൊണ്ട് വണ്ടിയിലാണ്. കോവിഡ് കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ബസ് നിർത്തിപ്പോയി, രാവിലെ വരാൻ പറ്റാണ്ടായി. അങ്ങനെ കുറച്ച് കുട്ടികൾ നമുക്ക് നഷ്ടപ്പെടുത്തു. പിന്നെ അവര് ഓൺലൈനിൽ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ മാതിരി ഒത്തിരി പേര് പല സ്ഥലങ്ങളിലും ആഗ്രഹങ്ങളുണ്ട്. അവരെ ഒന്ന് സംഘടിപ്പിച്ച് നമ്മുടെ മഠത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പണ്ടൊരു ബസ് സർവീസ് ഒക്കെ നടത്തിയിരുന്നു. പിന്നീട് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടെല്ലാം അത് നിന്നുപോയി. ഒരുപാട് പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് അഡീഷണൽ ഫണ്ട് ധാരാളം വേണ്ടി വന്നു. അതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ഇനി അടുത്ത ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കാരണം സാറ് എൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ, അതിപ്പോ എന്റെയും കൂടെ സ്വപ്നമായി ഉടനെ. അപ്പോ അത് സാക്ഷാത്കരിക്കാനായിട്ട് ഭഗവാൻ ഒരു വഴി ഉണ്ടാക്കും. ധാരാളം കുട്ടികളെ നമുക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. അതിന് നമുക്ക് കാത്തിരിക്കാം. അപ്പോ കുട്ടികളോട് ഒരു കാര്യം നേരത്തെ ഇപ്പൊ പറയാണ്, സാർ ഇങ്ങനെ ഒരു സ്വപ്നം തന്നപ്പോ സ്വപ്നം യാഥാർത്ഥമാവും ഉറപ്പാണ്, സംശയമില്ല. കാരണം ഗുരുവിന്റെ വായിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭാഗവതം, മാഹാത്മ്യം മനസ്സിലായി. ഇത് ചെയ്താൽ ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും, ഇതിന്റെ ശക്തി എത്രയാണ്, ഇതിന്റെ തേജസ്സിൻ്റെതാണ്, ചൈതന്യമിൻ്റെതാണെന്നൊക്കെ മനസ്സിലായി. എന്താണ് അവിടെ നടക്കണമെന്നും കൂടെ ഒന്ന് മനസ്സിൽ ഓർക്കണം. അതായത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ആ ആളുടെ ഗുണങ്ങൾ അറിഞ്ഞ്, ആ ആൾക്ക് നമ്മളോട് സ്നേഹമുണ്ടോ എന്നറിഞ്ഞ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരാളെ അയലോക്കത്ത് പുതിയതായിട്ട് താമസിക്കാൻ വന്നു നമ്മൾ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. അയാളുടെ പ്രവർത്തികള്, അയാൾക്ക് നമ്മളോടുള്ള സമീപനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ച, അതെല്ലാം നന്മകൾ മാത്രമാണെങ്കിലേ നമ്മൾ അവരെ നമ്മുടെ കൂടെ കൂട്ടുള്ളൂ. നമുക്ക് അങ്ങോട്ടൊരു
സ്നേഹം ഉണ്ടാവുള്ളൂ, അയാളിൽ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും അതിനെ ആശ്രയിച്ചാണ്. അപ്പോ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? നമ്മളെല്ലാവരും സാറിന്ന് രാവിലത്തെ സാറിന്റെ പ്രഭാഷണത്തിൽ പറയുണ്ടായി, 2 ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഭയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും ഭയത്തിലാണെന്ന് സാറ് വളരെ ഗംഭീരമായിട്ട് രാവിലെ പറഞ്ഞു. അപ്പൊ ആ ഭയം മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈശ്വരനാണ് ഇത് മുഴുവൻ നടത്തുന്നത്, ഞാനും ഈശ്വരനാണ്, എല്ലാവരും ഈശ്വരനാണ്, കാണുന്നതും കേൾക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും സർവവും ഈശ്വരവയം എന്ന് സാറ് പറഞ്ഞപ്പോ ഒരുപാട് അതിനകത്ത് എന്താ പറയാ, അത്രയധികം മനസ്സിലത് ഉൾക്കൊള്ളാൻ സാധിച്ചു. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് ഈശ്വരനെ അറിയണം. അറിയുമ്പോഴാണ് ഈശ്വരനോട് പ്രേമമുണ്ടാവുക, സ്നേഹമുണ്ടാവുക, ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുക. എല്ലാം ഭഗവാൻ നടത്തി തരുന്ന പരിപൂർണ സമർപ്പണം ഭഗവാന്റെ പാദങ്ങളിൽ ചെയ്യാൻ സാധിക്കുക ഈശ്വരനെ അറിയുമ്പോഴാണ്. അറിയുന്നതും എങ്ങനെ അറിയണം? കഥകളിൽ കൂടെ അറിയണം. കുഞ്ഞുങ്ങളല്ലേ, കഥകളിൽ കൂടി അറിയണം. കഥകളിൽ കൂടെ എങ്ങനെ അറിയാൻ പറ്റും? ഭാഗവതം മുഴുവൻ ഭഗവാന്റെ മഹിമകളുടെ കഥകളാണ്. അതിൽ നിന്നാണ് എല്ലാം പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു കാര്യമാണ് സാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മഹിമകൾ നിങ്ങൾ പഠിക്കൂ, ഭാഗവതത്തിലേക്ക് വരൂ എന്ന് സാറ് പറഞ്ഞത്. ഭഗവാനെ മനസ്സിലാക്കൂ, ഭഗവാനെ പഠിക്കൂ, ഭഗവാനെ അറിയൂ. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ പാതാരബിന്ദങ്ങളില് സാഷ്ടാംഗം നിങ്ങൾ ലയിച്ചു ചേരും. നിങ്ങളെ എല്ലാം ഭഗവാൻ സംരക്ഷിക്കും. ഈ ലോകത്തെ മുഴുവൻ എത്രയോ കാലമായി നമുക്കറിയാൻ വയ്യല്ലേ, നമ്മൾ ഈ ഒരു 10, 100, 80 വയസ്സ് 90 വയസ്സ് ഒരു സ്പാനിൽ ജീവിക്കുന്നുള്ളൂ. ഇങ്ങനെ എത്ര കാലമായി ഭഗവാൻ ഈ ലോകത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, വേനൽ വരുന്നു, മഞ്ഞ് വരുന്നു, എന്തൊക്കെയാണ് പറയാൻ പറ്റില്ല. എത്ര പൂക്കൾ ഒരു ദിവസം വിരിയുന്നു, എത്ര പഴങ്ങൾ ഒരു ദിവസം ഉണ്ടാകുന്നു, എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്. ആ സർവശക്തനായ ഈശ്വരനെ അറിയലാണ് ജീവിതം. അതറിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഭയം നമ്മുടെ ഉള്ളിൽ നിന്നും മാറും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകും. ശ്രീരാമേന്ദ്ര സ്വാമി, ഹനുമാൻ സ്വാമി നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്കതിനൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ബാക്കി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകാം. ഭഗവാൻ അതിന് തീർച്ചയായിട്ടും സാറിന്റെ അനുഗ്രഹം എനിക്ക് കിട്ടുന്ന ഉറപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് നടന്നല്ലെങ്കിൽ നടക്കത്തില്ല. 41 ദിവസം അല്ലെങ്കിൽ നടക്കില്ല, ഒരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 ദിവസം ഒരു വ്രതം ഒരു അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചാൽ അതുപോലും നടക്കാറില്ല. 5 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും മുടക്ക് വരും, ഒന്നിലെ കാലിലൊരു മുള്ളു കൊത്തൊരു നീര് വരും, പോകാൻ പറ്റത്തില്ല. പക്ഷെ ഈ 41 ദിവസം എന്ന് പറഞ്ഞാൽ പരിപൂർണ ഗുരുകൃപ ഉള്ളത് കൊണ്ടും ഈശ്വര കൃപ ഉള്ളത് കൊണ്ടുമാണ് ഇത് നടന്നത്. അത് സ്വാമിയാർ മഠത്തില് അവോളമുണ്ട്. സ്വാമിയാർ മഠത്തിൽ എപ്പോഴും അത് നിറഞ്ഞിരിക്കുന്നു. ഗുരുകൃപയും ഈശ്വരകൃപയും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. അവിടെ നമുക്ക് ഇനിയും തുടർന്ന് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലുള്ള അച്ഛനമ്മമാരുടെ പാദങ്ങളിലും എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇത്രയും നന്നായിട്ട് എൻ്റെ പൊന്നോമനകൾ എൻ്റെ കൂടെ നിന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ മഹേഷ്, അതേപോലെ വിദ്യ, എല്ലാ ദിവസവും 41 ദിവസവും ഇത് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുക, കറക്റ്റ് സമയത്തിന്. സമയം അറിയാൻ ബുദ്ധിമുട്ടല്ലേ, കറക്റ്റ് സമയത്തിന് എത്തുക, ചെയ്യുക. എന്തെല്ലാം വീട്ടിലെ കാര്യങ്ങളുണ്ട്. സ്വാമിയാർ മഠത്തിൽ വൈകുന്നേരം വരെ ഇരുന്ന ശേഷമാണ് വീട്ടിൽ ചെന്നിട്ട് 8:30 മണിക്കത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പ്രസരത്തിന്റെ ക്ലാസ് ഉണ്ട്, അതും കഴിഞ്ഞ്. അപ്പോ അവർക്ക് റെസ്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ ഭഗവാന്റെ കാര്യങ്ങളാണ് ഫുൾ ടൈം ചെയ്യുന്നത്, അത് അവർക്കറിയാം. എന്നാലും നമ്മുടെ ഒരു നന്ദി അവരോട് പ്രത്യേകം പറയുന്നവരോട്, എല്ലാവരോടും, അതേമാതിരി എല്ലാ കുട്ടികളോടും. പിന്നെ ഇതിനകത്ത് വന്ന് ഇത് ഏറ്റവും നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആസ്വദിക്കുകയും അവരെ മനസ്സാൽ അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ ശ്രോതാക്കളോടും നമ്മുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. നമുക്കിനി അടുത്ത അവസരത്തില് ഏറ്റവും നന്നായിട്ട് ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകുവാൻ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ 41 ദിവസത്തെ മണ്ഡലകാല വ്രതം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് പറയാനൊക്കെ ഞാൻ കേട്ടു സന്തോഷായിട്ടിരിക്കുക അവിടെ പാലക്കാട്. ഈശ്വര, അത് സാരില്ല, സാറ് പറഞ്ഞത് നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികളെ കൊണ്ട് വായ്പയാണ് സാറ് പറഞ്ഞത് നടക്കട്ടെ. ആൾക്കാരാണ്. അയ്യോ,
സാറിന് നമുക്ക് ഭഗവാന്റെ അനുകൊണ്ട് ചെയ്യാൻ പറ്റും സാറേ. സായിരാം സായിരാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും സായിരാം. സായിരാം. സാരം സർ. സായിരാം. സായിരാം. എല്ലാവർക്കും സായിരാം. സായിരാം. സായിരാം.